അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 228 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബുഉലതഹുന്ന അഹഖു ബിറദ്ദിഹിന്ന في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. وبعولتهن വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. വാവുമത് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു, അക്ഷമൽ ഊന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. മീമിനും നൂനിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അഹഖു ബിറദ്ദിഹിൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് വരുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫ്ഫീം ചെയ്യുക കേട്ടോ. സൗണ്ടിനെ ക്ലിയർ ആക്കുകയും ചെയ്യുക. അഹഖു അഹഖു ബിറദ്ദിഹിൻ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഫീ ദാലിക ഇൻ അറാദു, ഫ കൂടെ യാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിക, ദാലിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക. ദാലിൻ്റെ മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻ അറാദു ഇസ്ലാഹൻ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ് വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. ഇൻ അറാദു, നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾക്കണം. ഇൻ അറാദു ഇസ്ലാഹ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കണം. ദാലിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2 or 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഫീം ചെയ്യാനായിട്ട്. സ്വാദ് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. കൊൽക്കല ലെറ്ററിലല്ലോ, അപ്പോൾ നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഓതുക. ഇസ്ലാഹ എന്ന് ഓതരുത്, ഇസ്ലാഹ. അതുപോലെ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ ഫതഹ തെൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് വവ് 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യാം കേട്ടോ. വലഹുന്ന മിസ്ലുല്ലദീ, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. മിസ്ലുല്ലദീ, സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ പെട്ടതാണ്. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് സ പുറപ്പെടുന്നത്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെക്കുകയും ചെയ്യുക. കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. മിസ്ലു നോദിപ്പോവരുത്, മിസ്ലു ലൈറ്റാക്കി കൊടുക്കുക. മിസ്ലുല്ലദീ അലൈഹിൻ, ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. പക്ഷെ മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അതിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് വരുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ബിൽ മഅറൂഫ്, ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അയിനും ഹാഫ് സുക്കൂന് കൊടുക്കുക. അയിനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. റോ വമ്മയാണ് കൂടെ വന്നിട്ടുള്ളത്, അപ്പോൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. വഖഫ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള മദ് 6 സുക്കൂനായിട്ട് മാറും. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഫാക്ക് സുക്കൂന് കൊടുത്തിട്ടാണല്ലോ വഖഫ് ചെയ്യുക. അപ്പോൾ ഫാക്ക് സുക്കൂന് വരുമ്പോൾ അതിൻ്റെ മുന്നേ മദ് വരുന്ന സമയത്ത് മദ് 6 സുക്കൂനായിട്ട് മാറും. അപ്പോൾ 2, 4, 6 കൊണ്ട് ഇത് നീട്ടിയിട്ട് നമുക്കവിടെ വഖഫ് ചെയ്യാം. വലിർരിജാലി അലൈഹിൻ,
വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചെടുക്കുക. റോക്ക് കെസ്രയാണ് വന്നിട്ടുള്ളത്. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ, ലൈറ്റാക്കി കൊടുക്കുക. ജീമിൻ്റെ കൂടെ മദ് വന്നു, അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. അയിനിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. റോ ഫതഹയാണല്ലോ, അപ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക. മലയാളത്തിൽ നമ്മൾ റാ എന്ന് പറയുന്നത് പോലെ പറയരുത്. ദ റോജ അങ്ങനെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്ത് താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ദ റോജത്ത് എന്ന് പറഞ്ഞിട്ട് താക്കു സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യരുത്. ദ റോജ നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് നിന്ന് ഹാ സുക്കൂനിൻ്റെ സൗണ്ടിനെ ഫീൽ ചെയ്യിപ്പിക്കുക കേട്ടോ. വല്ലാഹു അസീസുൻ ഹകീം. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അസീസുൻ അതിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. സായുടെ സൗണ്ട് അസ്, ഒരു തേനീച്ചയുടെ മുകളിൽ പോലുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതാണ് കൊടുക്കേണ്ടത്. അസ് എന്നുള്ളൊരു സൗണ്ട് കൊടുക്കുക. അസീസുൻ ഹകീം. ഇവിടെ സായ്ക്ക് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അസീസുൻ നൂനിൻ്റെ സൗണ്ടിനെ ഇവിടെ വ്യക്തമായിട്ട് കേൾക്കണം. അസീസുൻ ഹകീം. ഹ സൗണ്ട് പുറപ്പെടുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കരുത്. അത് അക്സൽ ഹൽക്കിൽ നിന്നും പുറപ്പെടുന്ന ഹ ആണ്. തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്നും പുറപ്പെടുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കണം. ഇനി ഇവിടെ അവസാനത്തിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ടിലും നീട്ടി വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.